വെള്ളം തിരിച്ചുവിടുക എന്നതായിരുന്നു ഇതിലെ പ്രധാന വെല്ലുവിളി. തന്റെ സ്വത്ത് വിറ്റുപോലും ഈ പദ്ധതി പൂർത്തിയാക്കാൻ അദ്ദേഹം ധൈര്യം കാണിച്ചു എന്നത് ഒരു ചരിത്ര വസ്തുതയാണ്. ഈ കാരണങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഡാം തകരാനുള്ള ചാൻസുകൾ തന്നെയാണ്. ഈ ഡാം അക്കാലത്ത് ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമായിരുന്നു. ഇന്നും തമിഴ്നാട്ടിലെ ജനങ്ങൾ പെനിക്വിക്കിനെ ഒരു ദൈവമായിട്ടാണ് കാണുന്നത്. കേരളത്തിന്റെ പശ്ചിമഘട്ട മലനിരകളിൽ സഹ്യപർവ്വതത്തിന്റെ ഹൃദയഭാഗത്ത് പെരിയാർ നദി ഒരുക്കുന്ന ജലസമൃദ്ധിക്ക് നടുവിലായി തലയുയർത്തി നിൽക്കുന്ന ഒരു ഭീമാകാരനുണ്ട്. അതെ, നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം. കാലം വായിക്കാത്ത ചരിത്രവും നിർത്താത്ത തർക്കങ്ങളും എന്നും നിലനിൽക്കുന്ന ആശങ്കകളും ഈ ഡാമിനെ ചുറ്റിപ്പറ്റിയുണ്ട്. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ നിർമ്മിതി കേരളം, തമിഴ്നാട് എന്നീ രണ്ട് സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ വേണ്ടപ്പെട്ടതാണ്. എന്നാൽ ഇതിന്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വർഷങ്ങളായി ഉയർന്നു കേൾക്കുന്നു. എന്താണ് മുല്ലപ്പെരിയാർ ഡാം? എന്തൊക്കെയാണ് ഇതിന്റെ ചരിത്രം? എന്തുകൊണ്ടാണ് ഇതൊരു സ്ഥിരം ചർച്ചാ വിഷയമായി മാറുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. 1886 തിരുവിതാംകൂർ മഹാരാജാവും മദ്രാസ് പ്രസിഡൻസിയും തമ്മിലുണ്ടാക്കിയ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന സ്വപ്നം പിറവികൊള്ളുന്നത്. മദ്രാസ് പ്രസിഡൻസിയുടെ, പ്രത്യേകിച്ച് മധുര, രാമനാഥപുരം തുടങ്ങിയ വരണ്ട പ്രദേശങ്ങളിലെ കാർഷിക ആവശ്യങ്ങൾക്കും കുടിവെള്ളത്തിനും സ്ഥിരമായ ജലം എത്തിക്കുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പെരിയാറിൽ നിന്ന് കിഴക്കോട്ടൊരു തുരങ്കം വഴി വെള്ളം തിരിച്ചുവിടുക എന്നതായിരുന്നു ഇതിലെ പ്രധാന വെല്ലുവിളി. പ്രധാന ശില്പി ബ്രിട്ടീഷ് എഞ്ചിനീയർ ജോൺ പെനിക്വിക്കാണ്. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും അർപ്പണബോധവും ഈ ഡാമിന്റെ നിർമ്മാണത്തിന് പിന്നിലുണ്ട്. മലമ്പ്രദേശത്തെ ദുർഘടമായ സാഹചര്യങ്ങൾ, വന്യമൃഗങ്ങളുടെ ശല്യം, തൊഴിലാളികളെ ബാധിച്ച അസുഖങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ ഇവയെല്ലാം അതിജീവിച്ചാണ് 1895 ഡാം പൂർത്തിയാക്കുന്നത്. തന്റെ സ്വത്ത് വിറ്റുപോലും ഈ പദ്ധതി പൂർത്തിയാക്കാൻ അദ്ദേഹം ധൈര്യം കാണിച്ചു എന്നത് ഒരു ചരിത്ര വസ്തുതയാണ്. ഇന്നും തമിഴ്നാട്ടിലെ ജനങ്ങൾ പെനിക്വിക്കിനെ ഒരു ദൈവമായിട്ടാണ് കാണുന്നത്. ഈ ഡാം അക്കാലത്ത് ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമായിരുന്നു. പെരിയാർ താഴ്വരയുടെ കുന്നിൻ ചെരുവുകളിലൂടെ ജലം കൊണ്ടുപോകുന്നതിനായി നിർമ്മിച്ച കൂറ്റൻ കനാൽ ശൃംഖലയും തുരങ്കങ്ങളും ഇതിന്റെ ഭാഗമാണ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ നിർമ്മാണ രീതിയാണ് അതിന്റെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഇന്നത്തെ പോലെ കോൺക്രീറ്റോ സ്റ്റീലോ ഉപയോഗിച്ചല്ല ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അക്കാലത്ത് വ്യാപകമായിരുന്ന ചുണ്ണാമ്പ് അഥവാ ലൈം, അതുപോലെ സുർക്കി മിശ്രിതം അഥവാ പൊടിച്ച ഇഷ്ടികയും മണലും ചേർത്ത മിശ്രിതം എന്നിവ ഉപയോഗിച്ചുള്ള ഒരു ഗ്രാവിറ്റി ഡാമാണിത്. വെള്ളത്തിന്റെ ഭീമമായ സമ്മർദ്ദത്തെ സ്വന്തം ഭാരം കൊണ്ട് പ്രതിരോധിക്കുക എന്നതാണ് ഒരു ഗ്രാവിറ്റി ഡാമിന്റെ അടിസ്ഥാന തത്വം. 129 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ചുണ്ണാമ്പ് സുർക്കി മിശ്രിത ഡാമിന് എത്രത്തോളം കാലം ഈടുനിൽക്കാൻ സാധിക്കും എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നു. സ്ട്രക്ചറൽ ഫാറ്റിക്, അതായത് കാലപ്പഴക്കം മൂലമുണ്ടാകുന്ന ബലക്ഷയം, സീപ്പേജ് അഥവാ ഘടനയിലെ ചെറിയ ചോർച്ചകൾ, സെയ്സ്മിക് സോൺ അഥവാ ഡാം സ്ഥിതി ചെയ്യുന്ന ഭൂകമ്പ സാധ്യതയുള്ള മേഖല, ഇതെല്ലാം ഡാമിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു. 1979 ഭൂകമ്പത്തിനു ശേഷം ഡാമിന്റെ ബലക്ഷയത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കൂടുതൽ ശക്തമായി. എന്നിരുന്നാലും ഡാമിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ CWC, സെൻട്രൽ വാട്ടർ കമ്മീഷൻ, അതായത് കേന്ദ്ര ജല കമ്മീഷൻ ഉൾപ്പെടെയുള്ള വിദഗ്ധ സമിതികൾ നിരന്തരമായ പരിശോധനകളും പഠനങ്ങളും നടത്തുന്നുണ്ട്. ഡാമിന്റെ ചോർച്ചകൾ നിരീക്ഷിക്കാനും ബലം വിലയിരുത്താനും ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുമുണ്ട്. ഡാമിന്റെ പല ഭാഗങ്ങളിലായി ഉണ്ടായ ഒരുപാട് വിള്ളലുകളും നിലവിലെ അതിസങ്കീർണമായ മഴയും ഡാമിന്റെ കാലപ്പഴക്കവും ഈ കാരണങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഡാം തകരാനുള്ള ചാൻസുകൾ തന്നെയാണ്. നിലവിലെ ശാസ്ത്രീയ പഠനങ്ങളും റിപ്പോർട്ടുകളും അനുസരിച്ച് ഡാം സുരക്ഷിതമാണ് എന്നാണ് വിദഗ്ധർ ആവർത്തിച്ച് പറയുന്നത്. എന്നാൽ ദീർഘകാല സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ചില നടപടികൾ ആവശ്യമാണെന്നും അവർ നിർദ്ദേശിക്കുന്നു. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷാ ചർച്ചകളിൽ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു ഘടകമാണ് ബേബി ഡാം. പ്രധാന ഡാമിന്റെ ഭിത്തിയോട് ചേർന്നുള്ള ഈ ചെറിയ ഡാം ഒരു സഹായ ഘടനയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പ്രധാന ഡാമിന് എന്തെങ്കിലും ബലക്ഷയം സംഭവിച്ചാൽ അതിനെ താങ്ങി നിൽത്തുന്നതിൽ ബേബി ഡാമിന് ഒരു പ്രധാന പങ്കുണ്ട്. ഈ ബേബി ഡാം ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് വിദഗ്ധർ വർഷങ്ങളായി ചൂണ്ടിക്കാട്ടുന്നു. ഇതിനായി ബേബി ഡാമിന് ചുറ്റുമുള്ള ചില മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടതുണ്ട്. ഇവിടെയാണ് കേരളവും തമിഴ്നാടും തമ്മിൽ ഒരു വലിയ തർക്കം ഉടലെടുക്കുന്നത്. തമിഴ്നാട് പറയുന്നത് ഡാമിന്റെ സുരക്ഷയ്ക്ക് മരം മുറിക്കൽ അനിവാര്യമാണെന്നാണ്. എന്നാൽ കേരളം ഇതൊരു എക്കോളജിക്കൽ സെൻസിറ്റീവ് സോണാണെന്നും, അതായത് ഇതൊരു പെരിയാർ ടൈഗർ റിസർവ് ഉൾപ്പെടുന്ന ഒരു പരിസ്ഥിതി ലോല പ്രദേശമാണെന്നും വനസംരക്ഷണ നിയമങ്ങൾ മരം മുറിക്കുന്നതിന് തടസ്സമാണെന്നും വാദിക്കുന്നു. ഈ തർക്കം കോടതികളിലും ഭരണതലത്തിലും നിരവധി തവണ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇന്നും ഒരു പരിഹാരമാകാതെ തുടരുന്നു. ബേബി ഡാം ശക്തിപ്പെടുത്തുന്നത് മുല്ലപ്പെരിയാർ ഡാമിന്റെ മൊത്തത്തിലുള്ള സുരക്ഷയ്ക്ക് അനിവാര്യമായ ഒരു ഘടകമാണെന്ന് ഇരു സംസ്ഥാനങ്ങളിലെയും വിദഗ്ധർക്ക് അറിയാം. എന്നാൽ രാഷ്ട്രീയവും പാരിസ്ഥിതികവുമായ ഘടകങ്ങൾ ഒരു സമവായത്തിലെത്തുന്നതിന് തടസ്സമാകുന്നു. മുല്ലപ്പെരിയാർ ഡാം വിഷയത്തിലെ ഏറ്റവും വൈകാരികവും നിയമപരവുമായ പോരാട്ടങ്ങളിലൊന്ന് അതിന്റെ ജലനിരപ്പുമായി ബന്ധപ്പെട്ടതാണ്.
ഡാമിലെ ജലനിരപ്പ് എത്രയായിരിക്കണം എന്നതിനെ ചൊല്ലി കേരളവും തമിഴ്നാടും തമ്മിൽ വർഷങ്ങളായി തർക്കം തുടരുകയാണ്. ഡാമിന്റെ കാലപ്പഴക്കം പരിഗണിച്ച് ജലനിരപ്പ് 136 അടിയിൽ കൂടരുത് എന്നാണ് കേരളത്തിന്റെ ആവശ്യം. ഉയർന്ന ജലനിരപ്പ് താഴെയുള്ള ഇടുക്കി ഡാമിന്റെ വൃഷ്ടിപ്രദേശത്തെ ജനങ്ങൾക്കും പരിസ്ഥിതിക്കും വലിയ ഭീഷണിയാകുമെന്നാണ് കേരളം ചൂണ്ടിക്കാട്ടുന്നത്. 2018 മഹാപ്രളയം പോലുള്ള സാഹചര്യങ്ങളിൽ മുല്ലപ്പെരിയാറിൽ നിന്ന് കൂടുതൽ വെള്ളം തുറന്നുവിട്ടാൽ സ്ഥിതി വഷളാകുമെന്ന ആശങ്ക കേരളത്തിനുമുണ്ട്. എന്നാൽ തമിഴ്നാട് ഡാമിലെ ജലനിരപ്പ് 152 അടിയായി ഉയർത്താൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇത് തങ്ങളുടെ കാർഷിക മേഖലയ്ക്കും കുടിവെള്ളത്തിനും അത്യന്താപേക്ഷിതമാണെന്ന് അവർ വാദിക്കുന്നു. ഡാം സുരക്ഷിതമാണെങ്കിൽ ഉയർന്ന ജലനിരപ്പ് തങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമാകുമെന്നും അവർ പറയുന്നു. ഈ വിഷയം നിരവധി തവണ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ എത്തിയിട്ടുണ്ട്. 2006 ജലനിരപ്പ് 142 അടിയായും പിന്നീട് 2014 142 അടി വരെയും ഉയർത്താൻ സുപ്രീം കോടതി തമിഴ്നാടിന് അനുമതി നൽകി. ഡാമിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും സുരക്ഷാ കാര്യങ്ങൾ ഉറപ്പുവരുത്താനും സൂപ്പർവൈസറി കമ്മിറ്റിയെയും പിന്നീട് അപ്പലേറ്റ് അതോറിറ്റിയെയും സുപ്രീം കോടതി നിയമിച്ചു. ഈ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഇപ്പോൾ ഡാമിന്റെ പ്രവർത്തനം. സമീപകാലത്ത് കേരളം സാക്ഷ്യം വഹിച്ച അതിതീവ്ര മഴയും പ്രളയങ്ങളും മുല്ലപ്പെരിയാർ ഡാമിന്റെ പ്രാധാന്യത്തെയും അതിനോടുള്ള സമീപനത്തെയും മാറ്റിമറിച്ചു. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന അപ്രതീക്ഷിത മഴയും ജലനിരപ്പിലെ വ്യതിയാനങ്ങളും ഡാമിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു. വർദ്ധിച്ചു വരുന്ന ജലപ്രവാഹത്തെ താങ്ങാൻ ഡാമിന് എത്രത്തോളം കഴിയും? ഷട്ടറുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട സമയബന്ധിതമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമോ എന്നതൊക്കെ പ്രധാന ചോദ്യങ്ങളാണ്. ഡാം മാനേജ്മെന്റിൽ കൂടുതൽ സുതാര്യതയും ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള മെച്ചപ്പെട്ട ഏകോപനവും അത്യാവശ്യമാണ്. കേരളം ഈ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരമായി മുന്നോട്ട് വെക്കുന്നത് നിലവിലുള്ള ഡാമിന് താഴെയായി ഒരു പുതിയ ഡാം നിർമ്മിക്കുക എന്ന ആശയമാണ്. ഇത് സുരക്ഷാ ആശങ്കകൾ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും തമിഴ്നാടിന് ആവശ്യമുള്ള വെള്ളം ഉറപ്പാക്കാൻ കഴിയുമെന്നും കേരളം വാദിക്കുന്നു. എന്നാൽ ഈ നിർദ്ദേശത്തെ തമിഴ്നാട് ശക്തമായി എതിർക്കുന്നു. ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ഇരു സംസ്ഥാനങ്ങൾക്കും പ്രയോജനകരമായ ഒരു പൊതുവായ കാഴ്ചപ്പാടാണ് ആവശ്യം. ശാസ്ത്രീയമായ പഠനങ്ങളെയും വിദഗ്ധരുടെ ശുപാർശകളെയും അടിസ്ഥാനമാക്കി രാഷ്ട്രീയ അതിർവരമ്പുകൾക്കപ്പുറം സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. മുല്ലപ്പെരിയാർ ഡാം ഒരു ഭീഷണിയാകാതെ ഇരു സംസ്ഥാനങ്ങൾക്കും എന്നും ഒരു അനുഗ്രഹമായി നിലനിൽക്കണം. മുല്ലപ്പെരിയാർ ഡാം കേവലം ഒരു നിർമ്മിതിയല്ല, അത് ചരിത്രത്തിന്റെയും എഞ്ചിനീയറിംഗ് മികവിന്റെയും പിന്നീട് ഉയർന്നു വന്ന ആശങ്കകളുടെയും നിയമ പോരാട്ടങ്ങളുടെയും ഒരു പ്രതീകമാണ്. കാലം മുന്നോട്ടു പോകുമ്പോൾ ഈ ഡാമിന്റെ സുരക്ഷയും അതിന്റെ ഭാവി നിലനിൽപ്പും ഇരു സംസ്ഥാനങ്ങളിലെയും ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തർക്കുമുണ്ട്. സഹകരണത്തിലൂടെയും ശാസ്ത്രീയമായ സമീപനങ്ങളിലൂടെയും മുല്ലപ്പെരിയാർ ഡാമിന് ചുറ്റുമുള്ള ഈ വെല്ലുവിളികളെ നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്ന് പ്രത്യാശിക്കാം. എല്ലാ തർക്കങ്ങളും ഒടുവിൽ സുരക്ഷയ്ക്കും സഹകരണത്തിനും വഴിമാറട്ടെ. കേരളത്തിനെയും തമിഴ്നാടിനെയും താങ്ങി നിർത്തിക്കൊണ്ട് നമ്മുടെ മുല്ലപ്പെരിയാർ എന്നും അതുപോലെ നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. മുല്ലപ്പെരിയാർ ഡാമിന്റെ ഇപ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഫോളോ ഫോർ മീ.